ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായമാണ് നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. 13-ാം അധ്യായത്തിൽ കടിഞ്ഞൂൽ കഴിഞ്ഞ് പെസഹ ആചരണത്തെക്കുറിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം അത് വർഷം തോറും വാഗ്ദത്ത ദേശത്ത് ചെന്നാലും എങ്ങനെ ആചരിക്കണമെന്ന് യഹോവയായ ദൈവം അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നു. 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് മിസ്രൈമിൽ നിന്ന് ഓടിപ്പോയ ജനത്തിനെ മോശ മുഖാന്തരം യഹോവയായ ദൈവം വഴി നടത്തുന്നതാണ്. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, ചെങ്കടലിനോട് ചേർന്നുള്ള ഒരു പ്രദേശത്ത് നിങ്ങൾ കൂടാരമടിച്ച് അവിടെ താമസിക്കുക, അവിടെ നിങ്ങൾ പാർക്കുവിൻ. അപ്പോൾ അവരവിടെ പാർക്കുന്നുവെന്ന് ഫറവോന് അറിവ് കിട്ടിയപ്പോൾ അവരിപ്പോൾ മരുഭൂമിയിൽ അവരെ അലയുകയാണ്. അവർക്കൊരു സങ്കേത സ്ഥലമില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും വീണ്ടും അവരെ അദ്ദേഹം പിന്തുടരുകയാണ്. പ്രത്യേകാലുള്ള 600 രഥങ്ങളും മറ്റ് രഥങ്ങളൊക്കെ ആയിട്ട്, കുതിരകളൊക്കെ ആയിട്ട് ഫറവോൻ ഇസ്രായേൽ ജനത്തെ പിന്തുടരുകയാണ്. അദ്ദേഹം അവരുടെ ജനങ്ങളോട് പറഞ്ഞു, നമുക്ക് അടിമവേല ചെയ്തവർ നമുക്ക് നഷ്ടപ്പെട്ടു, അവരെ നമുക്കൊരു നല്ല വരുമാനമായിരുന്നു, അവരെ കൊണ്ട് നമുക്ക് പണി ചെയ്യിപ്പിക്കാമായിരുന്നു, നമ്മൾ കാണിച്ചത് മണ്ടത്തരമായി പോയി, അതുകൊണ്ട് നമുക്ക് അവരുടെ പിന്നാലെ ചെല്ലണം, അവരെ പിടിച്ചുകൊണ്ട് വരണം, അവരെ നമുക്കിവിടെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോടെ ഫറവോനും സൈന്യവും ഇസ്രായേൽ ജനത്തെ പിന്തുടരുന്നതായ അനുഭവമാണ് 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനം പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഫറവോനും സൈന്യങ്ങളൊക്കെ അവരുടെ പിന്നാലെ വരുന്നത് അവർ കണ്ടു. കണ്ടപ്പോൾ അവർ മോശയോട് ചോദിച്ചു, നീ എന്തിനാണ് ഞങ്ങളെ വിടുവിച്ചുകൊണ്ട് വന്നത്? ഞങ്ങൾ താമസിച്ച മിസ്രയീം ദേശത്ത് ശവക്കുഴികളുണ്ടായിരുന്നു, ഞങ്ങൾക്ക് മരിക്കാനായിരുന്നെങ്കിൽ. ഈ മരുഭൂമിയിൽ ഞങ്ങൾ മരിച്ചുകൂടെ അടക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ് ഈ ഇസ്രായേൽ ജനം മോശയോട് നേരെ സംസാരിക്കുന്നുണ്ട്. മോശ അവരോട് പറയുന്ന ഒരു വചനമുണ്ട്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദാവീദ് സങ്കീർത്തനത്തിൽ ഇപ്രകാരം പാടി, യഹോവ എൻ്റെ പരിചയമാവുന്നു, അതുകൊണ്ട് ഞാനൊന്നും ഭയപ്പെടുകയില്ല. ഇതന്നെയാണ് മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളെ വിടുവിച്ചവൻ ദൈവമാണെങ്കിൽ. കടിഞ്ഞൂൽ സംഹാരം നിങ്ങൾ ഓർക്കണം. നമ്മുടെ ഒരു ജനം പോലും മരിക്കാതെ മിസ്രൈമിൽ ഇത്രമാത്രം അത്ഭുത പ്രവർത്തികളെ ചെയ്ത ദൈവമാണ് നമ്മളെ വഴി നടത്തിയതെങ്കിൽ ആ ദൈവം നമ്മളെ സംരക്ഷിക്കും, നിങ്ങൾ അവരിൽ വിശ്വസിച്ചാൽ മതി, നിങ്ങൾ ധൈര്യമായിരിക്കാൻ പറഞ്ഞ് മോശ അവരെ അവിടെ ധൈര്യപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നു. അതിനുശേഷം യഹോവ കൽപ്പിച്ച പ്രകാരം മോശ ചെങ്കടലിനെ ഭാഗിക്കാണ്. വടിയെടുത്ത് നീട്ടി കടൽ 2 സ്ഥലത്തേക്ക് മാറി, വെള്ളം 2 സ്ഥലത്തേക്ക് മാറി ഒരു മതിൽ പോലെ നിന്നു. അതിൻ്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തോടെ ഇസ്രായേൽ ജനം അക്കരെ പോവുകയാണ്. 1 കൊരിന്ത്യർ 10:1-4 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഇത് പറയുന്നു, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരൊക്കെ മേഘത്തിന് കീഴിലായിരുന്നു. മേഘത്തിലും സമുദ്രത്തിലും സ്ഥാനമേറ്റ് മോശയോട് ചേർന്നു. ഒരേ ആത്മീയ ആഹാരവും ഒരേ ആത്മീയ പാനീയവും അവർ കുടിച്ചു. അവരെ അനുഗമിച്ച പാറയിൽ നിന്നെല്ലാം അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു. ഈ ചെങ്കടൽ അത് കടന്നുപോയതായ അത്ഭുതകരമായ അനുഭവത്തെ ഒരു സ്നാനമായി പൗലോസ്ലീഹ അവിടെ പറയുകയാണ്. കാരണം പുതിയ നിയമ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനോട് നമ്മൾ ചേരുന്ന സ്ഥാനത്തിലൂടെയാണ്. പഴയ നിയമത്തിലെ വീണ്ടെടുപ്പുകാരനായ യേശുവിൻ്റെ നിഴലായി മോശ ഇവിടെ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ അത്ഭുതകരമായി ആ ജനം മുഴുവൻ അക്കരെ കടന്നു. അപ്പോൾ ഫറവോനും സൈന്യവും അവരെ പിന്തുടർന്നു. അവർ ഏകദേശം കടലിൻ്റെ നടുവിലായപ്പോൾ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നീ വീണ്ടും വടിയെടുത്ത് കടലിൻ്റെ നേരെ നീ നീട്ടുക. നീട്ടിയപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് വായിക്കുന്നു, ആ കടലിൻ്റെ നടുവിലെത്തിയപ്പോൾ ഫറവോൻ്റെയും സൈന്യങ്ങളുടെയും രഥങ്ങൾ മുന്നോട്ട് നീങ്ങാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അവർ അത് തിരിച്ചറിഞ്ഞു, ഇത് ദൈവം ഇസ്രായേലിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്,
അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ കൈ ഇതിലുണ്ട്, നമുക്ക് ഇത് തിരിച്ചു പോകാമെന്ന് അവർ പറഞ്ഞു. പക്ഷേ പോകുന്നതിന് മുൻപ് മോശ വടിയെടുത്ത് കടലിന്മേൽ അത് നീട്ടുകയും ആ കടൽ പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ഫറവോനും സൈന്യങ്ങളും സകല മൃഗങ്ങളും അവിടെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ടു, അതിനു മുമ്പായിട്ട് നടന്നത് എന്താണ്? ഇസ്രായേലിന് മുമ്പിൽ നടന്ന ആ ദൈവദൂതൻ അവൾക്ക് പിന്നിലായി. അതുവരെ മേഘസ്തംഭം ഒക്കെ അല്ലെങ്കിൽ സൂര്യൻ ആ മേഘസ്തംഭം കൊണ്ട് മറിച്ചുകൊണ്ട് അവർക്ക് ഭയങ്കര അന്ധകാരത്തിൻ്റെ ഇരുട്ടിൻ്റെ അനുഭവം അവരുടെ ജീവിതത്തിലുണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൽ നിന്ന് അകലുന്ന അവസ്ഥ, പാപകരമായ ചിന്ത, പ്രതികാര ബുദ്ധിയോടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് വലിയ അന്ധകാരത്തിൻ്റെ അനുഭവമാണ്. എന്നാൽ നമ്മൾ വായിക്കുന്നത് ഇസ്രായേൽ ജനത്തിന് യഹോവയായ ദൈവം നല്ല വെളിച്ചം കൊടുത്തു. കാരണം ദൈവം അവിടെ കൂടെയുണ്ട്, ദൈവം വെളിച്ചമാണ്. അതുകൊണ്ടാണ് ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കും നമ്മുടെ കർത്താവ് പറഞ്ഞ് നമ്മൾ ഓർക്കേണ്ടതാണ്. ആ വെളിച്ചമായി അവരോടൊപ്പം നമ്മുടെ കർത്താവ് അവിടെ നിലനിൽക്കുകയാണ്. ആ രാത്രിയെ പകലാക്കി തീർക്കുന്ന, വെളിച്ചമുള്ളതാക്കി തീർക്കുന്ന വലിയ അനുഭവം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വായിക്കുന്ന ശക്തമായ കിഴക്കൻ കാറ്റുകൊണ്ട് ദൈവം ആ കടലിനെ ഉണങ്ങിയ നിലമാക്കി മാറ്റിയെന്നാണ്. കിഴക്ക് എന്നുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതും പടിഞ്ഞാറ് ദൈവത്തിൽ നിന്ന് അകലുന്ന അവസ്ഥയും ആ ഈ ദിക്കുകളെ സൂചിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നത്. കിഴക്ക് ഏദനിലാണ് ദൈവം മനുഷ്യനെ കൊണ്ടാക്കിയത്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം കിഴക്ക് ഏദനുണ്ടാക്കി അവിടെ മനുഷ്യനെ അവിടെ പാർപ്പിച്ചു. ദൈവത്തിൻ്റെ ദിവ്യമായ സാമീപ്യം. ആ കിഴക്കിൽ നിന്ന് അവൻ പാപം ചെയ്തപ്പോൾ അവൻ പടിഞ്ഞാറേക്ക് പോകുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടാവുക. ഇപ്പം നമ്മൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോളം മിന്നൽ പോലെ സംഭവിക്കുമെന്ന് നമ്മൾ കർത്താവ് പറഞ്ഞത് നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ കിഴക്കിനെ എപ്പോഴും ദൈവത്തിൻ്റെ ഒരു ദിക്കായി നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ കിഴക്കൻ കാറ്റുകൊണ്ട് യഹോവയായ ദൈവം ആ കടലിനെ ഉണങ്ങിയ നിലമാക്കി അവരെല്ലാവരും അക്കരെ കിടക്കുന്നതായ ഒരു സാഹചര്യം നമ്മളിവിടെ കണ്ടു. ഇവിടെ വാസ്തവത്തിൽ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത് യഹോവ തന്നെയാണ്. ദൈവം ഇവിടെ ഇപ്പോൾ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവം മോശ കൈനീട്ടി ആ കടലിനെ പൂർവ്വസ്ഥിതിയിലാക്കുകയും മിസ്രയീമർ മുഴുവൻ നശിച്ചു പോകുന്ന, അല്ലെങ്കിൽ അവൻ്റെ പർവ്വത സൈന്യങ്ങൾ, അതിലൂടെ വന്നതായ രഥങ്ങളും കാളകളും അല്ലെങ്കിൽ കഴുതകളും എല്ലാം നശിച്ചു പോകാൻ, അല്ലെങ്കിൽ കുതിരകളെല്ലാം നശിച്ചു പോകുന്ന സാഹചര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. ഈ അനുഭവം കണ്ടപ്പോൾ നമ്മൾ വായിക്കുന്ന ഇസ്രായേൽ ജനം ദൈവത്തിൽ വിശ്വസിക്കുകയും മോശയുടെ വചനങ്ങളെ അവർ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയാണ് അവർ ദൈവത്തെ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവത്തെ മനസ്സിലാക്കുവാൻ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രത്യേക സാഹചര്യങ്ങൾ നമ്മളതൊക്കെ മറന്നിട്ട് വീണ്ടും നമ്മൾ പാപത്തിൽ ജീവിക്കുന്ന സാഹചര്യം നമുക്കുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുതകരമായ വലിയ നടത്തിപ്പിനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പഴയ നിയമത്തിലെ ഓരോ സംഭവങ്ങളും പുതിയ നിയമത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ദൈവികമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുവാൻ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.